അഭിമാനകരമായി മാറിയൊരു സ്ഥാപനമാണ്. ഇത്രയും വലിയ അഭിമാനകരമായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ മേൽ ആ സ്ഥാപനത്തിന്റെ പേര് നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനവുമായി ഇവിടുത്തെ ഡയറക്ടറും ഇടതുപക്ഷ ജീവനക്കാരും മാറിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് ഇവിടെ കടന്നു വരുന്നത്. നമുക്കറിയാം, യൂത്ത് കോൺഗ്രസ് ആദ്യമായിട്ടല്ല ഈ പ്രതിഷേധം RCCയുടെ മുന്നിൽ പ്രതിഷേധവുമായി കടന്നു വരുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ഇതിനകത്ത് നടക്കുന്ന കരിവർ അടക്കമുള്ള ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പേരിൽ നടത്തിയ അഴിമതിക്കെതിരെ ഇവിടുത്തെ ഡയറക്ടറും ഇടതുപക്ഷ ജീവനക്കാരും സൊസൈറ്റിയുടെ നേതാക്കളും നടത്തിയ സ്വജനപക്ഷപാതത്തിനെതിരെ അഴിമതിക്കെതിരെ സമരവുമായി കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കടന്നു വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഡയറക്ടർക്കെതിരെ ഇവിടുത്തെ ജീവനക്കാർക്കെതിരെ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു സമരവുമായി കടന്നു വരുന്നത്. നമുക്കറിയാം, കേരളത്തിൽ സ്ത്രീ സുരക്ഷ ഉറപ്പു നൽകിയ അധികാരത്തിൽ കടന്നു വന്ന പ്രസ്ഥാനമാണ് ഇടതുപക്ഷം അല്ലെങ്കിൽ ഈ സർക്കാർ. കേരളത്തിലെ മുഴുവൻ സ്ഥാപനങ്ങളും ഇടതുപക്ഷം ഭരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ നിയന്ത്രണത്തിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലും സ്ത്രീ സുരക്ഷ ഉറപ്പ് നൽകിയവരാണ്. സ്ത്രീകളുടെ ജീവനക്കാരടക്കമുള്ള ആളുകൾക്ക് ഒരു കുറവും ഉണ്ടാകില്ല എന്ന് ഉറപ്പു പറഞ്ഞ അധികാരത്തിൽ വന്ന സർക്കാരാണ്. ഇന്നിവിടെ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് ഇവിടുത്തെ സ്ത്രീകളടങ്ങുന്ന വനിതകളടങ്ങുന്ന ജീവനക്കാർ വസ്ത്രം മാറുന്ന അവർ വിശ്രമിക്കുന്ന സ്ഥലത്തേക്ക് ഒളിക്യാമറ വെച്ച് ചോർത്തുന്ന പരിപാടിയുമായി ഇവിടുത്തെ ജീവനക്കാർ മുമ്പോട്ട് പോയി. അങ്ങനെ അവരുടെ സ്വകാര്യതയുടെ മേൽ കടന്നു കയറിയ ജീവനക്കാരന്റെ സ്വകാര്യതയിൽ മേൽ കടന്നു കയറിയപ്പോൾ ആ ജീവനക്കാർ ഇവർക്കെതിരെ രാജേഷ് എന്ന് പറയുന്ന ഇടതു നേതാവിനെതിരെ വളരെ പരസ്യമായി പ്രത്യക്ഷമായ പരാതിയുമായി ഡയറക്ടറുടെ മുന്നിലേക്ക് കടന്നുപോയി. 2 മാസത്തോളം ആ പരാതിയിന്മേൽ ഇവിടുത്തെ ഡയറക്ടർ അടയിരുന്നു. ഒരു നടപടി പോലും സ്വീകരിച്ചില്ല. അതിനുശേഷം ഇവിടുത്തെ കുറച്ച് കോൺഗ്രസ് അനുകൂല സംഘടനാ നേതാക്കളും അതുപോലെ തന്നെ ഇവിടുത്തെ ജീവനക്കാരും ഇതിനകത്തുള്ള ആഭ്യന്തര പരാതി പരിഹാര കമ്മിറ്റിയുടെ മുന്നിൽ പരാതിയുമായി പോയപ്പോൾ മാത്രമാണ് ഇവിടെ ഇതിനകത്ത് ഇത്രയും വലിയൊരു ക്രൂരത നടന്ന കാര്യം പുറം ലോകം പോലും അറിഞ്ഞത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇവിടുത്തെ ഇടതുപക്ഷ നേതാക്കളുടെ അല്ലെങ്കിൽ ഇവിടുത്തെ ഡയറക്ടർ അടക്കമുള്ള സർക്കാരിന്റെ സമീപനം എന്താണ് എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന് ചോദിക്കാനുള്ളത്. കൂടുതൽ കുറ്റകൃത്യം ചെയ്യുന്നവർക്ക് അനുകൂല നിലപാടെടുക്കുന്ന സർക്കാരിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കറിയാം, കൊടുസുനി ഏറ്റവും കൂടുതൽ കൊലപാതകം നടത്തുന്ന ഏറ്റവും കൂടുതൽ ആളുകളെ കൊലവിളിച്ച കുറ്റവാളിക്ക് കൂടുതൽ ദിവസം പരോൾ കൊടുക്കുന്നത് പോലെയാണ് ഇവിടെ സ്ത്രീകളെ അപമാനിക്കുകയും സ്ത്രീത്വത്തെ ചോദ്യം ചെയ്യുകയും ചെയ്ത ഒരുത്തന് സംരക്ഷണം നൽകുന്ന നിലപാടുമായി ഇവിടുത്തെ ഡയറക്ടർ മുന്നോട്ട് പോവുകയാണ്. അതെങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുന്നത്? നമുക്കറിയാം, ഇടതുപക്ഷ സംഘടനകളും CPM-ഉം മുമ്പൊക്കെ പാർട്ടി ഓഫീസിൽ ഒളിക്യാമറ വെക്കുന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് RCC പോലുള്ള അഭിമാനകരമായ ഒരു സ്ഥാപനത്തിനകത്ത് ഒളിക്യാമറ വെക്കുന്നത്. ആ സ്ഥാപനത്തിന്റെ പേര് പോലും ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കൾ മാറിക്കൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യമായിട്ടല്ല ഇത്തരമൊരു സമരവുമായി നമ്മൾ കടന്നു വന്നത്. കഴിഞ്ഞ നാളുകളിൽ സമരവുമായി കടന്നു വന്നിട്ടുണ്ട്. ഇവിടുത്തെ ജീവനക്കാർ ഇവിടുത്തെ രോഗികളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇവിടെ സമരം നടത്തിയിട്ടുണ്ട്. ജീവനക്കാരുടെ മൗലിക അവകാശങ്ങൾക്ക് വേണ്ടി ഇവിടെ മുദ്രാവാക്യം ഉയർത്തിയിട്ടുണ്ട്. അന്ന് ഇവിടുത്തെ അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടി മുദ്രാവാക്യം ഉയർത്തിയ കോൺഗ്രസ് അനുകൂല സംഘടനയുടെ നേതാക്കളെ നിമിഷങ്ങൾക്കകം പുറത്താക്കിയ ഡയറക്ടറാണ് ഇവിടെ ഇരിക്കുന്നത്. എന്നിട്ട് ആ ജീവനക്കാരെ പുറത്താക്കിയ അതേ ഡയറക്ടറിൽ നിന്ന് ആങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണ്. ഇവിടെ ഞാൻ പറയുന്നത്, ഇവിടെ എന്താണ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇവിടുത്തെ വനിതകളുടെ മാനത്തിന് വില പറഞ്ഞുകൊണ്ട് അവർ വിശ്രമിക്കുന്ന വേളയിൽ, അവർ വസ്ത്രം മാറുന്ന വേളയിൽ ഒളിക്യാമറ വെക്കുന്ന ഒരു തെമ്മാടിയെ, സ്ത്രീപക്ഷ നിലപാടെന്ന് പറഞ്ഞിട്ട് സ്ത്രീ വിരുദ്ധത കാണിക്കുന്ന ഒരു തെമ്മാടിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇവിടുത്തെ ഡയറക്ടർ സ്വീകരിച്ച് മുമ്പോട്ട് പോകുന്നത്. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഒരു വശത്ത് സമരം ചെയ്യുന്നവരെ, മുദ്രാവാക്യം വിളിക്കുന്നവരെ പുറത്താക്കുന്നു. റോക്കറ്റ് വേഗത്തിലാണ് അവിടെ കൈകാലുകൾ അണങ്ങിയത്. റോക്കറ്റ് വേഗത്തിലാണ് കോൺഗ്രസ് അനുകൂല സംഘടനാ നേതാക്കളെ ഇവർ പുറത്താക്കിയത്. എന്തുകൊണ്ട് CPM-ന്റെ നേതാക്കൾ ഒളിക്യാമറ വെച്ചപ്പോൾ ഇവരുടെ കൈകാലുകൾ അനങ്ങുന്നില്ല? ന്യായമായ ചോദ്യമാണ് ഇവിടെ യൂത്ത് കോൺഗ്രസിന് ചോദിക്കാനുള്ളത്. അങ്ങനെ പക്ഷപാതം കാണിക്കുന്ന ഇടതു നേതാക്കളോട് ഇടതുപക്ഷ രാഷ്ട്രീയം പുലർത്തുന്ന ഡയറക്ടറെ വെറുതെ വിടാൻ യൂത്ത് കോൺഗ്രസ് തീരുമാനമെടുത്തിട്ടില്ല. ഇത് വളരെ സൂചനാ സമരമാണ്. വളരെ മാതൃകാപരമായി സമാധാനപരമായിട്ടാണ് ഇവിടെ ഞങ്ങൾ സമരം നടത്തുന്നത്. പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന യാതൊരു പ്രവർത്തനവും ഞങ്ങൾക്ക് വേണ്ട എന്ന് ബോധപൂർവ്വം നമ്മൾ ശ്രമിച്ചതുകൊണ്ട് മാത്രമാണ് ആ ഡയറക്ടർ സ്വസ്ഥമായി അതിനകത്തിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം ഇവിടെ നിന്ന് പറയുന്നു, 24 മണിക്കൂറിനകം ആ ഒളിക്യാമറ വെച്ച സ്ത്രീ വിരുദ്ധരെ പുറത്താക്കിയില്ലെങ്കിൽ ഈ ഗേറ്റിനകത്തേക്ക് ഡയറക്ടർ കയറില്ല എന്ന് യൂത്ത് കോൺഗ്രസ് വെല്ലുവിളിച്ചുകൊണ്ട് പറയേണ്ടി വരും. അത്രയും ശക്തമായ നിലപാടുമായി യൂത്ത് കോൺഗ്രസ് മുമ്പോട്ട് പോകും. ഒരു തർക്കവുമില്ല. അപ്പോൾ ഞാൻ പറയുന്ന ഈ സ്ഥാപനത്തിന്റെ പേരില്ലാതാക്കുന്ന രീതിയിലേക്കാണ് ഇവിടുത്തെ ഡയറക്ടർ മുമ്പോട്ട് പോകുന്നത്. ആ ഡയറക്ടർ ഇപ്പോൾ പരാതി വരുന്നപ്പോൾ ഇപ്പോൾ ആ രാജേഷിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് ക്യാഷ് ഡിപ്പാർട്ട്മെന്റിൽ ഇരുത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് പൂർവ്വശിശാപ ഉപകാരം പോലെയാണ്. അതായത് പണം തട്ടിപ്പിന് നേരത്തെ ആരോപണം ചെയ്യാനായ ആളാണ്. കനിവെന്ന് പറയുന്ന ചാരിറ്റബിൾ സൊസൈറ്റി നടത്തി RCCയുടെ മേൽനോട്ടത്തിലാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വിവിധ സംഘടനകളുടെ കയ്യിൽ നിന്ന് പണം പിരിക്കുന്ന രാജേഷിനെ ക്യാഷ് കൗണ്ടർ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് QR കോഡ് വെച്ച് പണം പിരിവ് നടത്തുകയാണ്.
അപ്പോൾ ഇത്രയും വലിയ ക്രമക്കേട് ഇതിനകത്ത് നിന്നിട്ട് ഇവിടെ ഡയറക്ടർ മിണ്ടാപ്പാറ നയം സ്വീകരിക്കണം. ഞാൻ മനസ്സിലാക്കുന്നത് ഡയറക്ടറിന്റെ കാലാവധി, സർവീസ് കാലാവധി കഴിഞ്ഞിട്ട് എത്രയും നാളുകളായി എന്നാണ് മനസ്സിലാക്കുന്നത്. സർവീസ് കാലാവധി കഴിഞ്ഞിട്ടും ഡയറക്ടറെ വെച്ചു പുലർത്തുന്നത് എന്തിനാണ് എന്ന ന്യായമായ ചോദ്യം ഇവിടെ യൂത്ത് കോൺഗ്രസ് ചോദിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു സൂചനാ സമരമാണ്. ഈ സമരം കണ്ട് കണ്ണു തുറന്നില്ലെങ്കിൽ അതിശക്തമായ സമരവുമായി യൂത്ത് കോൺഗ്രസ് കടന്നുപോകും. ഇന്നലകളിൽ വന്നതുപോലെ ആയിരിക്കില്ല ഇനി വരുന്നത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിന് പങ്കെടുത്ത മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരത്തിന് അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട അനീഷ് നാടാകടെ ക്ഷണിച്ചു.